കുചേലൻ്റെ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ഒരു ചെറിയ കീർത്തനം. മംഗളരൂപനാം ദ്വാരകാനാഥൻ്റെ ചങ്ങാതിയായൊരു ഭൂമിദേവൻ, നാമം കുചേലനെന്നായിരുന്നു എന്നും താമരസാക്ഷൻ്റെ ഭക്തനത്രേ. ദാരിദ്ര്യ ദുഃഖം സഹിയാഞ്ഞൊരു ദിനം ആരണപത്നി പറഞ്ഞിടിനാൻ, അങ്ങയ്ക്കു തോഴനാണല്ലോ ഭഗവാനും, ചെന്നു കണ്ടിടുക വൈകിടാതെ. എന്നതു കേട്ടു പറഞ്ഞിതു ഭൂസുരൻ, എങ്ങനെ പോകുന്നു ഭദ്രേ ഞാനും? പാദബലമില്ല, ദേഹബലമില്ല, ചാലെ ധരിക്കുവാൻ വസ്ത്രമില്ല. ഏതുമേ വൈകാതെ തന്നെ വസ്ത്രത്തിൻ പാതി താൻ കീറിക്കൊടുത്തു പത്നി. 4 പിടി നെല്ലവിലിടിച്ചൻപോടു കീറത്തുണിയിൽ പൊതിഞ്ഞു കെട്ടി, കീറക്കുടയും വളഞ്ഞ വടിയുമായി ദ്വാരക നോക്കി ഗമിച്ചു വിപ്രൻ. ദൂരത്തു തോഴനെ കണ്ടോരു നേരത്ത് വേഗത്തിലോടിയണഞ്ഞു കൃഷ്ണൻ. ആലിംഗനം ചെയ്തങ്ങാലസ്യവും തീർത്തു നീലക്കാർവർണ്ണനും മോദമോടെ. കയ്യും പിടിച്ചങ്ങു കൊണ്ടുപോയി തന്നെ ശയ്യയിൽ തന്നെ ഇരുത്തി നന്നായി. കാലു കഴുകിച്ചു പൂജിച്ചു ഭോജനം ചാലവേ നൽകിയിരുത്തിടിനാൻ. അന്നേരം രുക്മിണി താലവൃന്ദം കൊണ്ട് നന്നായി വിപ്രനെ വീശിടിനാൾ. അങ്ങയെ കണ്ടതിലുണ്ടായ സന്തോഷം എങ്ങനെ ചൊല്ലുന്നു മത്സഖേ ഞാൻ? പണ്ട് ഗുരുകുലം തന്നിൽ ഞാൻ വാഴുമ്പോൾ ഉണ്ടായ അവസ്ഥകൾ ഓർമ്മയുണ്ടോ? ദീനനായി രാത്രി കഴിച്ചു മുനീന്ദ്രനും കാനനെ നമ്മെ തിരഞ്ഞു വന്നു. നമ്മൾക്കനുഗ്രഹം മേൽക്കുമേൽ തന്നതും നിന്മനതാരിലിന്നോർമ്മയുണ്ടോ? വേളി കഴിച്ചിലെ, ഉണ്ണി പിറന്നീലെ, മേളമോടെല്ലാരും സൗഖ്യമല്ലേ? കക്ഷത്താവിൽ കിഴി കണ്ടോരു നേരത്തു കുക്ഷി തടവി പറഞ്ഞു കൃഷ്ണൻ. എന്ത് തവ പത്നി തന്നതെനിക്കായി അന്തണേന്ദ്ര, സഖേ ചൊല്ലിടുക. പാരം വിശപ്പു സഹിപ്പാനെളുതല്ല, ആരണേന്ദ്ര വേഗം തന്നിടുക. എന്നരുൾ ചെയ്തു ഭഗവാനും വേഗത്തിൽ ചെന്നു പൃഥുകം പിടിച്ചു വാങ്ങി. ക്ഷിപ്രം ഒരു പിടി വാരി ആശിച്ചപ്പോൾ വിപ്രൻ്റെ ദാരിദ്ര്യമൊക്കെ നീങ്ങി. രണ്ടാമതും അവിൽ വാരുന്ന നേരത്ത് തണ്ടാരിൽ മാതു കരം പിടിച്ചു. വിപ്രൻ്റെ പത്നിക്ക് ദാസിയാക്കിയിടൊല്ലേ, ത്വത്പാദസേവ മുടക്കിയിടൊല്ലേ. എന്നതു കേട്ടു ചിരിച്ചു ഭഗവാനും, സുന്ദരി രത്നമേ ഖേദിക്കേണ്ട. ഭക്തരെ കണ്ടാൽ സകലം മറക്കും ഞാൻ, ഉത്തമേ നീയും പൊറുത്തുകൊള്ളുക. ഇങ്ങനെയുള്ള കുചേല കഥ കേട്ടാൽ എങ്ങുമേ ദാരിദ്ര്യം തീണ്ടുകില്ല. എന്നല്ല സർവസൗഖ്യങ്ങളും വന്നിടും ചിന്മയൻ തന്നുടെ കാരുണ്യത്താൽ. ഹരി ഓം.